ഫെബ്രുവരി 28 ഇറാൻ ടൈം 9:40 ഇസ്രായേൽ US ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. സെയിം ഡേ തന്നെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലെയും US മിലിറ്ററി ബേസിനെതിരെ ഇറാന്റെ അറ്റാക്ക്. ഇസ്രായേലി എയർ സ്ട്രൈക്കിൽ ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനി കൊല്ലപ്പെടുന്നു. വെസ്റ്റ് ഏഷ്യ എഫക്റ്റ് ആയാൽ ഗ്ലോബൽ എക്കണോമിക്സ് മാത്രമല്ല മലയാളികളുടെ അടുക്കള വരെ ബാധിക്കും. പെർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ ഗൾഫിന്റെയും ഇടയിലുള്ള നാരോ സ്പേസ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അഥവാ ഹോർമുസ് കനാൽ. ലോകത്തിലെ 20% ഓയിൽ ട്രേഡ് നടക്കുന്നത് ഈ സ്ട്രെയിറ്റ് വഴിയാണ്. ഇന്ത്യയിലെ 50% ഓഫ് ഓയിൽ ട്രേഡും. മറ്റൊരു സ്പേസ് ആണ് റെഡ് സീയിൽ നിന്നുള്ള ബാബൽ മന്ദേബ് സ്ട്രെയിറ്റ്. ലോകത്തിലെ 25 to 30% ഓഫ് ട്രേഡ് നടക്കുന്നത് ഈ വഴിയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാന്റെ കൺട്രോളിലാണ്. ആൻഡ് ബാബൽ മന്ദേബ് ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഹൂതിയുടെ അണ്ടറിലാണ്. ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റ് കാരണം സ്ട്രെയിറ്റ്സ് ഇറാൻ ക്ലോസ് ചെയ്താൽ ഇത് ഗ്ലോബൽ എക്കണോമിയെ വല്ലാതെ ബാധിക്കും. ദ ഓയിൽ പ്രൈസസ് വിൽ സ്കൈ റോക്കറ്റ്. ബട്ട് 75 ദിവസത്തേക്ക് ഇന്ത്യക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് 53 ലക്ഷം ടൺ ഓയിൽ റിസർവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്ത്യയുടെ കയ്യിലുണ്ട്. US വാസ് ഹൈലി പ്ലാൻഡ്. ഇറാനുമായി കോൺഫ്ലിക്റ്റ് വരുമെന്നും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടയ്ക്കുമെന്നും USന് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ അത് കാരണമായിരിക്കും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റിനെ നാർക്കോ ടെററിസം എന്ന പേരിൽ ക്യാപ്ചർ ചെയ്യുന്നത്.